ഒരു ഗ്രാമത്തിൽ രാമനും ശ്യാമനും പേരുള്ള രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. അവർ വളരെ ദരിദ്രരായിരുന്നു. ഒരു കാള മാത്രമായിരുന്നു അവർക്ക് ആകെ ഉണ്ടായിരുന്നത്. കാളപ്പുറത്ത് ഭാരം ചുമന്നാണ് അവർ നിത്യവൃത്തി കഴിച്ചിരുന്നത്. ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് നമുക്കൊന്ന് കണ്ടാലോ? കഴിക്കാൻ പോലും ഒന്നുമില്ലല്ലോ. അനുജൻ ഇപ്പൊ എത്തും. അവൻ എന്നെ പോലെയല്ല. അവന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല. അവനോട് എന്ത് പറയും? പാവം കാലയ്ക്ക് പുല്ലല്ലാതെ എന്തെങ്കിലും കൊടുത്തിട്ട് എത്ര ദിവസമായി. ഈശ്വര, എന്നോട് കരുണ കാട്ടണേ. യജമാനി, അങ്ങ് പോയി ജന്മിയോട് പറയണം, എന്റെ കാലയ്ക്ക് ഭാരം നിറച്ച 50 കാളവണ്ടികൾ ഒരുമിച്ച് വലിക്കാൻ സാധിക്കുമെന്ന്. അദ്ദേഹം വിശ്വസിച്ചില്ലെങ്കിൽ അങ്ങ് 2000 സ്വർണ്ണ നാണയങ്ങൾക്ക് അദ്ദേഹവുമായി പന്തയം വയ്ക്കണം. ഇത് അങ്ങേ ധനികനാക്കും. ഈശ്വര, ഇത് സത്യമാണോ? ഒരിക്കലും ഒരു കാള സംസാരിക്കില്ല. സംസാരിക്കുന്ന കാള എന്തായാലും വിശേഷപ്പെട്ടതാണ്. എത്രയും വേഗം ജന്മിയെ കാണണം. നീ ആരാണ്? എന്തിനാണ് നമ്മെ കാണണമെന്ന് പറഞ്ഞത്? തമ്പുരാനെ, അടിയിലൊരു കാളയുണ്ട്. അതിന് 50 നിറച്ച വണ്ടികൾ ഒരുമിച്ച് വലിക്കാൻ സാധിക്കും. നമ്മോട് കളവ് പറയും. ശക്തരായ എന്റെ കാളകൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ കാളയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ? എന്താ, പന്തയം വെക്കുന്നു? തമ്പുരാനെ, അടിയൻ പന്തയത്തിന് തയ്യാറാണ്. 2000 സ്വർണ്ണ നാണയങ്ങൾക്ക് അടിയൻ പന്തയം വെക്കുന്നു. ശരി, പോയിട്ട് നാളെ രാവിലെ വരൂ. നാട്ടുകൂട്ടത്തെ അറിയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യൂ. ഇന്ന് എനിക്ക് പട്ടണത്തിലേക്ക് പോയേ തീരൂ. കാളയെ ജന്മിയെടുത്ത് കൊണ്ടുപോകുകയും വേണം. എന്ത് ചെയ്യും? ശ്യാം, ഒന്നിങ്ങോട്ട് വരൂ. ഇന്ന് എനിക്ക് പട്ടണത്തിലേക്ക് പോയേ തീരൂ. നീ കാളയെ ജന്മിയെടുത്തേക്ക് കൊണ്ടുപോകണം. പന്തയം നമ്മൾ ജയിക്കും. ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ശരി ജ്യേഷ്ഠ. ഈ കാളയുടെ കാര്യമേ, ഇതിന് നേരത്തെ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. പട്ടിണി കിടന്ന മനുഷ്യൻ വലഞ്ഞു. ഇനി വേറെന്നല്ല പട്ടുകുപ്പായമൊക്കെ ഇട്ട് നടക്കാൻ. വാ കാളെ, നമുക്ക് പോകാം. ആരെവിടെ? പന്തയം ആരംഭിക്കട്ടെ. ഹേ മൃഗമേ, കാളവണ്ടി വലിക്കൂ. വലിക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ വലിക്കാതെ. എന്റെ തമ്പുരാനെ, ഈ വിഡ്ഢിയായ കുട്ടികൾ പറയുന്നത് അങ്ങ് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ കാളയ്ക്ക് 50 കാളവണ്ടിയൊന്നും വലിക്കാൻ പറ്റില്ല. നമ്മുടെ വിലപ്പെട്ട സമയമാണ് നീ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ നിന്റെ വീടും തൊഴിലോ നാം എടുക്കുന്നു. എന്ത് പറ്റിച്ച? എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്? പന്തയം നമ്മൾ ജയിച്ചില്ലേ? തോറ്റു മാത്രമല്ല, നമ്മുടെ വീടും തൊഴിലും കൂടി പോയി.
വരൂ സുഹൃത്തെ, മുണ്ടി വിളിക്കൂ. എന്റെ പ്രിയ സഹോദര, മുണ്ടി വിളിക്കൂ. ഇതാ നീ ചോദിച്ച 3000 പൊൻപണം. പോയി സുഖമായി ജീവിക്കൂ. നോക്കൂ, വാക്കുകൾക്ക് മൃഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ദയാപൂർണമായ വാക്കുകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം സങ്കല്പിച്ചു നോക്കൂ. ജഗദീഷ് ചന്ദ്രബോസ് എന്ന മഹാനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ചെടികൾക്ക് പോലും സന്തോഷവും ദുഃഖവും പോലുള്ള വികാരങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് ക്രിസ്റ്റോഗ്രാം എന്ന ഉപകരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. വിനയവും ദയയുമുള്ള വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. മധുരവും മൃദുലവുമായ വാക്കുകൾക്ക് എത്ര കലുഷമായ മനസ്സുകളെയും സമാധാനിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. മറിച്ച് പരുഷമായ വാക്കുകൾക്ക് മനസ്സുകളെ ആഴത്തിൽ മുറിവേൽപ്പിക്കാനും കഴിയും. ദയാപൂർണമായ വാക്കുകൾ ഏവരെയും നമ്മുടെ സുഹൃത്തുക്കളാക്കി മാറ്റും. നാം എല്ലാവരും കണ്ടതാണ് വയനാട് ദുരന്തത്തിൽ ഒരു അമ്മയെയും കൊച്ചുമകളെയും കോരിച്ചൊരിയുന്ന ഒരു രാത്രി മുഴുവൻ ഒരു കൊമ്പനാണ് കാവൽ നിന്ന കഥ. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ അമ്മയുടെ ദയാപൂർണമായ സംസാരത്തിലൂടെയാണ്. വാക്കുകളിലൂടെ ഒരു വന്യമൃഗത്തിന്റെ പോലും ഹൃദയം കീഴടക്കാൻ നമുക്ക് സാധിക്കും. എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനമാണോ മുറിവുകളാണോ നൽകുന്നത് എന്ന്. നന്ദി, നമസ്കാരം.